നമസ്കാരം. ഒക്ടോബർ മാസം ബ്രസ്റ്റ് ക്യാൻസർ ബോധവൽക്കരണ മാസമായിട്ടാണ് ലോകമെമ്പാടും ആചരിക്കുന്നത്. സ്ത്രീകളിൽ കാണുന്ന ക്യാൻസറിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് എല്ലാവരെയും ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് ഈ മാസം ഒരു പിങ്ക് മാസമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനുള്ള വീഡിയോകളുമായിട്ട് KMC ഹോസ്പിറ്റലിലെ വിദഗ്ധ ഡോക്ടർമാർ നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ്. ഞാൻ ഡോക്ടർ സേറ ഈസോ, കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, മെഡിക്കൽ ഡയറക്ടർ ഓഫ് ദ ഓങ്കോളജി സെൻറ്റർ. ഞാൻ ഡോക്ടർ അപർണ ശങ്കർ, ഗൈനക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു. ഞാൻ ഡോക്ടർ അഖിൽ തോമസ്, കൺസൾട്ടൻറ്റ് റേഡിയോളജിസ്റ്റ്. Dr. Boaz Wilson, consultant radiation oncologist. Hi, my name is Dr. Lakshmikant Jella. I am intervention radiologist. ബ്രസ്റ്റ് ക്യാൻസറിനെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട വസ്തുതകളാണ് നമ്മൾ ഓർക്കേണ്ടത്. ഒന്ന്, ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ചാൽ ബ്രസ്റ്റ് ക്യാൻസർ പരിപൂർണമായിട്ടും ക്യൂർ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ വസ്തുത, ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നതിനുള്ള സ്ക്രീനിങ് മെത്തേഡ്സ് ഇന്ന് അവൈലബിൾ ആണ്. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. സാധാരണയായിട്ട് എന്തെങ്കിലും ബ്രസ്റ്റിൽ മുഴകളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം സ്ത്രീകൾ ഓടി വരുന്നത് ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്താണ്. അപ്പോൾ ഡോക്ടർ അപർണ, എങ്ങനെയാണ് ഒരു ബ്രസ്റ്റിൽ ഒരു മുഴയുമായിട്ട് വന്നു കഴിഞ്ഞാലുള്ള അപ്രോച്ച് എങ്ങനെയാണ്, അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ലക്ഷണങ്ങളായിട്ട് എന്തൊക്കെയാണ് കാണുന്നതെന്ന് വിശദീകരിക്കാമോ? മാഡം പറഞ്ഞതുപോലെ സാധാരണയായിട്ട് ഈ ബ്രസ്റ്റിൽ ഒരു മുഴ കണ്ടു, അല്ലെങ്കിൽ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്യുമ്പോഴോ ഒരു മുഴ പോലെ കണ്ടു, എന്തെങ്കിലും കൈ തടഞ്ഞു, അങ്ങനെയൊക്കെ പറയുന്നത് തന്നെയാണ് കൂടുതൽ പേരും വരുന്നത്. അതൊരു രോഗലക്ഷണമായിട്ട് കാണാം. അല്ലെങ്കിൽ കൂടുതലായിട്ട് ചിലപ്പോൾ നിപ്പിൾ ഡിസ്ചാർജ് ആയിട്ട് വരാറുണ്ട്. ചിലപ്പോൾ ബ്ലഡ് സ്റ്റെയിൻ, അതായത് ബ്ലഡ് പോലെ നിപ്പിളിൽ നിന്ന് ദ്രാവകം പോലെ വന്നു, അല്ലെങ്കിൽ പച്ച നിറത്തിൽ വന്നു, പഴുപ്പ് പോലെ വന്നു, അല്ലെങ്കിൽ വെള്ളം പോലെ വന്നു, അങ്ങനെ എന്തെങ്കിലും വന്നതായിട്ട് പറയാറുണ്ട്. അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ മുകളിൽ പല സ്ഥലങ്ങളിലും നിറവ്യത്യാസം പോലെ കണ്ടു, അല്ലെങ്കിൽ സ്കിന്നിൽ എന്തെങ്കിലും ചുളുക്ക് പോലെ കണ്ടു, ചിലപ്പോൾ ഈവൻ അൾസർ പോലെ കണ്ടു എന്നും പറഞ്ഞ് വരാറുണ്ട്. അപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നവർക്ക് പലരും ചോദിക്കും എന്തുകൊണ്ട് എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നു. അപ്പോൾ ആർക്കൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ വരാം? ചില സ്ത്രീകളിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ച് ഡോക്ടർ ബോസിനൊന്ന് സംസാരിക്കാമോ? ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാൻ പല റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ആർക്കൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ വരാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാം എന്ന് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഏകദേശം ഒരു 15 മുതൽ 20% ബ്രസ്റ്റ് ക്യാൻസറുകളാണ് ഫെമിലിയൽ ബ്രസ്റ്റ് ക്യാൻസറുകൾ, അല്ലെങ്കിൽ കുടുംബത്തിൽ കാണുന്ന ബ്രസ്റ്റ് ക്യാൻസറുകളായിട്ട് നമുക്ക് കാണപ്പെടുന്നത്. ബാക്കി 80%-ലധികവും സ്പൊറാഡിക്കായി കാണുന്ന ബ്രസ്റ്റ് ക്യാൻസറുകളാണ്. ഈ ബ്രസ്റ്റ് ക്യാൻസറുകളുടെ കാരണങ്ങളെ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സും നോൺ മോഡിഫയബിൾ ആയിട്ടുള്ള നമുക്ക് മാറ്റങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത റിസ്ക് ഫാക്ടറുകളും ഉണ്ട്. നേരത്തെ ആർത്തവം തുടങ്ങുന്ന പെൺകുട്ടികൾ, വളരെ നാളുകൾക്ക് ശേഷം മാത്രം ആർത്തവം അവസാനിക്കുന്ന ആളുകൾ, അതുപോലെ ഹൈപ്പർ ഈസ്ട്രോജനിക് ആയിട്ടുണ്ടാകുന്ന എല്ലാ സ്റ്റേറ്റുകളും, അതായത് വളരെ പ്രായം ചെന്നതിന് ശേഷം മാത്രം ഫസ്റ്റ് പ്രഗ്നൻസി ആവുക, മുലയൂട്ടുന്നവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത വരാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള പഠനങ്ങളുണ്ട്. ഒരു 36 മാസത്തിൽ കൂടുതൽ ക്യുമുലേറ്റീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കുറവായിരിക്കും. അതുപോലെ തന്നെ ഒബീസിറ്റി ഉള്ള ആളുകൾ, എക്സസൈസ് കുറവുള്ള ആളുകൾ, സ്മോക്കിംഗ് ചെയ്യുന്ന ആളുകൾ, ഇവർക്കെല്ലാവർക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഫെമിലിയൽ ക്യാൻസറിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില പ്രത്യേക ബ്രസ്റ്റ് ക്യാൻസറുകൾ BRCA1, BRCA2 എന്ന് പറയുന്ന 2 ജീനുകളായി ബന്ധപ്പെട്ടിരിക്കുന്ന ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ രൂപത്തിൽ കാണപ്പെടുന്ന ബ്രസ്റ്റ് ക്യാൻസറുകളാണ് ഫാമിലിയിൽ അധികമായി കാണപ്പെടുന്നത്. സാധാരണ ഇത്തരം രോഗികൾ നമുക്ക് ഉണ്ടാകുമ്പോൾ ആ രോഗികളെ നമ്മൾ ആദ്യം BRCA1, BRCA2 ടെസ്റ്റിംഗ് ചെയ്യുകയും പോസിറ്റീവ് ആണെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ള മറ്റുള്ളവരെ BRCA1, BRCA2 ടെസ്റ്റിംഗ് വിധേയമാക്കുകയും ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ ഫാമിലിയിൽ ആർക്കാണോ ബ്രസ്റ്റ് ക്യാൻസർ വന്നത്, എത്ര വയസ്സിലാണോ വന്നത്, അതിന് ഒരു 10 വർഷം മുമ്പെങ്കിലും നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമാകണം എന്നാണ് റെക്കമെൻഡേഷൻസ് ഉള്ളത്. അപ്പോൾ സ്ക്രീനിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ സ്ക്രീനിങ് ആണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് രോഗലക്ഷണങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഒരു രോഗത്തെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതിനാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഒരു മുഴയൊക്കെ ആയിട്ടൊരു സ്ത്രീ വരുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ സ്റ്റേജ് ഒരു പക്ഷേ സ്റ്റേജ് 1, സ്റ്റേജ് 2 തന്നെ അഡ്വാൻസ് സ്റ്റേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്ക്രീനിങ്ങിൽ റേഡിയോളജിയുടെ പങ്ക് നമുക്ക് എല്ലാവർക്കും അറിയാം മാമോഗ്രാമിനെ കുറിച്ച്. പക്ഷേ ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും മാമോഗ്രാമിനെ കുറിച്ചുണ്ട്. ഡോക്ടർ അഖിൽ, ഈ മാമോഗ്രാമിനെ കുറിച്ചുള്ള ഒരു മിഥ്യാധാരണകളൊക്കെ ഒന്ന് മാറ്റി എന്താണ് മാമോഗ്രാം എന്നൊന്ന് വിശദീകരിക്കാമോ? മാമോഗ്രാം ഇൻ ഷോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, മാമോഗ്രാം എന്ന് പറയുന്നത് ഒരു എക്സ്റേ ആണ്. നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ബ്രസ്റ്റിന് വേണ്ടിയുള്ള ഒരു എക്സ്റേ ആണ്. ഈ ബ്രസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മൾ ഒരു പ്രതലത്തിൽ, ഒരു ഫ്ലാറ്റായിട്ടുള്ള പ്രതലത്തിൽ വെച്ചിട്ട് ബ്രസ്റ്റ് കംപ്രസ് ചെയ്യുക ചെയ്യുന്നത്. അതായത് മുകളിൽ നിന്ന് താഴോട്ടും സൈഡുകളിൽ നിന്ന് കംപ്രസ് ചെയ്തതിന് ശേഷം
എക്സ്റേ നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്റേ ആ രശ്മികൾ തന്നെയാണ് ഇതിലും യൂസ് ചെയ്യുന്നത്. എക്സ്റേ കടത്തിവിടുകയും അതിലൂടെ ഇമേജ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അത് നമ്മളത് അതിനുശേഷം നമ്മളത് നോക്കി അതിനകത്തും ഡയഗ്നോസ് ചെയ്യും. അതാണ് ബേസിക്കലി ചെയ്യുന്നത്. പക്ഷേ ആൾക്കാർക്കൊരു പേടിയുണ്ട്, അതായത് മാമോഗ്രാഫി WHO റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 40 ഇയേഴ്സിൽ മേളിലുള്ള എല്ലാവരും വിത്തിൻ 1 or 2 years, ഒരു വർഷത്തിൽ അല്ലെങ്കിൽ 2 വർഷത്തിൽ മാമോഗ്രാഫി ചെയ്യണമെന്നാണ് WHO റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാരങ്ങനെ ചെയ്യാറില്ല. ബിക്കോസ് ഓഫ് മോസ്റ്റ് ഓഫ് ദ റീസൺ ഇസ് ആൾക്കാർക്ക് പെയിൻ ഒരു ബുദ്ധിമുട്ടായിട്ട് പറയാറുണ്ട് പലരും. അപ്പോൾ അതിനെ എങ്ങനെ ദൂരീകരിക്കാമെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ്സിന് ശേഷം ഒരു 1-2 ആഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ മാമോഗ്രാഫി ഷെഡ്യൂൾ ചെയ്യും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പരമാവധി നമുക്ക് പെയിൻ കുറയ്ക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു കൺസേൺ ആൾക്കാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എത്രത്തോളം റേഡിയേഷൻ ഡോസ്, നമ്മൾ എക്സ്റേ ആണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു, എത്രത്തോളം റേഡിയേഷൻ ഡോസ് ഉണ്ടാകും എന്നുള്ളതാണ്. ഇത് ആക്ച്വലി താരതമ്യേന വളരെ സേഫാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ലോ ഡോസ് എക്സ്റേ ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു അബ്ഡമൻ, നമ്മൾ വയറിൻ്റെ ഒരു എക്സ്റേ എടുക്കുന്നതിനെക്കാട്ടും അല്ലെങ്കിൽ നമ്മുടെ സ്പൈൻ്റെ ഒരു എക്സ്റേ എടുക്കുന്നതിനെക്കാട്ടിലും വളരെ കുറവാണ് ഈ മാമോഗ്രാഫിയിൽ നമ്മൾ ടോട്ടൽ റേഡിയേഷൻ ഒരു പേഷ്യൻറ്റിന് ഏൽക്കുന്നത്. അപ്പോൾ ആ 2 കൺസേണുകളാണ് പേഷ്യൻസ് മെയിൻലി ഉള്ളത്. അപ്പം നമ്മൾ 40 വയസ്സിന് താഴെയുള്ള സ്ത്രീകളിൽ മാമോഗ്രാം എടുക്കരുത്, അങ്ങനെ ഒരു ധാരണയുണ്ട്. അൾട്രാസൗണ്ട് ഇതിന് ഈക്വലൻ്റ് ആണോ, അത് അൾട്രാസൗണ്ട് കൊണ്ട് എന്താണ് പ്രയോജനം? ഓർ യു ക്യാൻ യൂസ് ബോത്ത് ടുഗദർ? തീർച്ചയായും അതിൻ്റെ 40 ഇയേഴ്സിന് താഴെയുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റിൽ പ്രധാനമായും 2 ഘടകങ്ങളാണ് ഉള്ളത്. ഒന്ന് ഫാറ്റും 2 ഫൈബ്രോഗ്ലാൻഡുലാർ ടിഷ്യൂ. 2 ഘടകങ്ങൾ കൊണ്ടാണ് ബ്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഫാറ്റ് കൂടുതലായിട്ടുള്ള ബ്രസ്റ്റുകളിൽ നമുക്ക് മാമോഗ്രാഫി ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 30 to 40 ഇയറിൽ ഈ കൂടുതലായിട്ട് ഈ ഫൈബ്രോഗ്ലാൻഡുലാർ ടിഷ്യൂ ഉള്ളത് കാരണം നമ്മുടെ ഇമേജ് അത്ര ക്ലിയർ ആയിട്ട് മാമോഗ്രാഫിയിൽ മാത്രമായിട്ട് വരികയില്ല. അപ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അൾട്രാസൗണ്ടും കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യുന്നതാണ്. അപ്പോൾ 2ഉം കൂടെ കമ്പൈൻഡായി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ വിധത്തിലുള്ള മുഴകളും നമുക്ക് പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പം അത് കൂടാതെ 30 ഇയേഴ്സിൽ താഴെ നമ്മൾ മെയിൻലി മാമോഗ്രാഫി അല്ല റെക്കമെൻഡ് ചെയ്യുന്നത്, അൾട്രാസൗണ്ട് തന്നെയാണ് ഡയറക്റ്റ്ലി റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മാമോഗ്രാഫിയുടെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഏകദേശം 70 to 80% ആണ്. അതായത് 70 മുതൽ 80% മുഴകൾ നമുക്ക് മാമോഗ്രാഫിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാനായിട്ട് നമ്മൾ അൾട്രാസൗണ്ടും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ഇതിൻ്റെ സെൻസിറ്റിവിറ്റി 85% 90% വരെ ഉയർത്താൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ മാമോഗ്രാമോ അൾട്രാസൗണ്ടും ഒക്കെ ചെയ്തു, അല്ലെങ്കിൽ ഒരാൾ മുഴയായിട്ട് വന്നു, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഗോയിങ് ടു ബി എ ബയോപ്സി. സോ പീപ്പിൾ ഹാവ് എ ലോട്ട് ഓഫ് കൺസേൺസ് അബൌട്ട് ഹൗ ടു ഡു എ ബയോപ്സി. ഈസ് ഇറ്റ് പെയിൻഫുൾ? സോ ഹൗ മെനി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബയോപ്സീസ് ആർ ദർ? സോ ആസ് എൻ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്, what is your experience and what is the breast biopsy? What are the kinds of breast biopsies that are out there? When through the diagnostic test, when we find a lesion in the breast, first we need to know what is the proper diagnosis, pathological diagnosis to properly treat the disease. So to take the sample from the breast, we are having 3 kinds of biopsies. One is simple one, we call it as FNAC, where we just with a small needle, with the thinnest needle, will when the size of the lesion is like within the millimeters, which is sub-centimeters and all, those will take the small cells in the breast lesion, and that we will send to the pathologist. And the other one is like ultrasound guided breast biopsy, in which the tissue sample will be more than the FNAC, so the diagnosis part is better than the FNAC. When the lesion is bigger and when it can be seen in the ultrasound, through the ultrasound guidance we will pass for a biopsy needle which is bigger, and we can get the proper amount of course to get better diagnosis. And few breast lesions which were not seen on ultrasound, but few microcalcifications where the pathology might be there, which are seen only on the X-ray of the breast. Those lesions are best taken samples are best taken through stereotactic breast biopsy, in which using the X-rays we will go to the where we are suspecting the pathology and will take the biopsy. And all the biopsies are daycare procedures, and there is no need to panic because most of them are daycare, and in the local anesthesia, under the local anesthesia we will be doing, and at the same day they can be discharged in 1 or 2 hours. So the yield will be probably more for the core biopsy than the FNAC, right? Yes ma'am, because in the FNAC usually we will get a little amount of cells. So
Usually in the core biopsy we will get good amount of tissue chunks so that the proper diagnosis can be made. Yeah, we not only have to know whether it's cancer or not. I mean, now we have to base the treatment based on the findings on the biopsy. So we have to look for certain receptors and everything. So it's better to have more tissue. So I think probably core biopsy or a true cut biopsy would be better in terms of that, right? I have a question. Is all mammogram machines are capable of doing a biopsy, or do we need some special kind of machines? No, or no, special techniques. sir, special kind we are having stereotactic biopsy setup is there, separate setup. That It's should not be there. available in all. No. Now here currently we are having that. So that will give accurate path or trajectory to go to the lesion. In normal with normal X-rays and all, it's not feasible. And if we try to do also, we'll get all false negatives and all. So it's better to do under proper stereotactic guidance. So we can target the microcalcifications and get a proper sample from The lesions which are not seen on ultrasounds and only microcalcification, that part we can target and we can take the biopsy. നമ്മൾ മാമോഗ്രാമിൽ പലപ്പോഴും ഈ ബിറാറ്റ്സ് കാറ്റഗറി കാണാറുണ്ടല്ലോ. അപ്പോൾ ഈ മാമോഗ്രാം റിപ്പോർട്ട് വെച്ച് പേഷ്യൻസ് വരുമ്പോൾ തന്നെ ഈ ബിറാറ്റ്സ് 1, 2, 3 കണ്ട് അത് നോക്കിയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ബിറാറ്റ്സ് എന്താണെന്നും അതിന്റെ കാറ്റഗറി എന്താണെന്നും വളരെ സിമ്പിൾ ആയിട്ട്. ബൈറാറ്റ്സ് ഒരു യൂണിവേഴ്സൽ ഒരു ഗ്രേഡിംഗ് സിസ്റ്റമാണ്. അതായത് നമ്മൾ പല രീതിയിൽ ഒരു ബ്രസ്റ്റ് മുഴയെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാ റേഡിയോളജിസ്റ്റും നമുക്കൊരു പർട്ടിക്കുലർ ഒരു പാറ്റേൺ ഓഫ് ഡിസ്ക്രിപ്ഷൻ, അതായത് എങ്ങനെ ഒരു മുഴയെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് ഒരു യൂണിഫോമിറ്റി വരുത്താൻ വേണ്ടി, അതായത് എല്ലാവർക്കും, അതായത് ഇന്ത്യയിലും പുറത്തും അങ്ങനെ ഒരു യൂണിഫോമിറ്റി വരുത്താൻ വേണ്ടി ഉള്ള ഒരു ഗൈഡ് ലൈനാണ് ബൈറാറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ആ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ അതൊരു നമ്മൾ ഈ അൾട്രാസൗണ്ട് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഫോമാറ്റാണ് ബൈറാറ്റ്സ്. അപ്പോൾ ആ ഒരു ഫോമാറ്റിൽ വേണം, അതൊരു യൂണിവേഴ്സൽ ഫോമാറ്റാണ്, ആ ഒരു ഫോമാറ്റിൽ വേണം നമ്മൾ ബൈറാറ്റ്സ് റിപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് നോക്കുന്ന ആർക്ക് വേണമെങ്കിലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് ചെയ്യേണ്ടത് അതിനുശേഷം, ഫോർ എക്സാമ്പിൾ ഇപ്പം ബൈറാറ്റ്സ് 3 ആണെങ്കിൽ ബൈറാറ്റ്സ് 3 യൂഷ്വലി ഫോളോ അപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അതിനുശേഷം ഒരു 6 മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും അത് ഒരു മാമോഗ്രാഫി എടുത്ത് പരിശോധിക്കും. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നോക്കും. അപ്പം ബൈറാറ്റ്സ് 3 എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ബൈറാറ്റ്സ് 4 ലീഷൻ ആകുമ്പോഴത്തേക്കും നമുക്ക് ബയോപ്സി ചെയ്യേണ്ടി വരും, അത് എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എന്ത് ചെയ്യണം എന്ന് നമുക്കൊരു വ്യക്തമായ ഒരു ഐഡിയ നമുക്ക് ബൈറാറ്റ്സ് ഈ ഒരു കാറ്റഗറൈസേഷൻ ചെയ്യുന്ന വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതാണ് അതൊരു അക്രോസ് ദ വേൾഡ് ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാനായിട്ട് ബൈറാറ്റ്സിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പം ബിറാറ്റ്സ് 3 നമ്മൾ ഒരു ക്ലോസ് ഫോളോ അപ്പിൽ വെക്കുകയും ബിറാറ്റ്സ് 4 തൊട്ട് മുകളിലേക്കുള്ള എല്ലാ ലീഷനുകളിലും ഒരു ബയോപ്സി അഡ്വൈസ് ചെയ്യുക എന്നതാണ് നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസ് പറയുന്നത്. നമുക്കിപ്പോൾ സ്ക്രീനിങ്ങിനുള്ള മെത്തേഡ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ പാൽപ്പബിൾ ആകുന്നതിന് മുമ്പ് ഒരു മുഴ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അതിനൊരു ഗൈഡ് ലൈൻ വെക്കുന്നത് എങ്ങനെ ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാം. കാരണം നമ്മളുടെ നാട്ടിൽ വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് ബ്രസ്റ്റ് ക്യാൻസർ മൂലം മരിക്കുന്നവരുടെ എണ്ണം താരതമ്യേന കൂടുതലാണ്. കാരണം ഒരു വിദേശ രാജ്യത്തൊക്കെ ഒരു സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2 ഡയഗ്നോസ് ചെയ്യുന്നവരാണ് 80-85% ആൾക്കാരും. പക്ഷെ ഇവിടെ നമുക്ക് സ്റ്റേജ് 3, സ്റ്റേജ് 4 മജോറിറ്റി ഓഫ് ആൾക്കാർ ഡയഗ്നോസ് ചെയ്യുന്നത്. കാരണം പലരും ലംസ് ഉണ്ടെങ്കിൽ തന്നെ ഡോക്ടറെ അടുത്ത് പോകാൻ മടിക്കുന്നു, അതുപോലെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാതിരിക്കുന്നു, അതിനേക്കാൾ ഉപരി ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ക്യാൻസർ കണ്ടുപിടിക്കുന്ന സ്ക്രീനിങ് മെത്തേഡ്സ് ചെയ്യാതിരിക്കുന്നു. അപ്പോൾ ഈ ക്യാൻസർ പ്രിവെൻഷന് വേണ്ടി നമ്മൾ 2-3 ഗൈഡ് ലൈൻസ് വെച്ചിട്ടുണ്ട്. 1 സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ, 2 ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ, 3 മാമോഗ്രാം. അപ്പോൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷനെ കുറിച്ച് ഡോക്ടർ ബോസ് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷനെ കുറിച്ചൊന്ന്. സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ അഥവാ ബ്രസ്റ്റ് അവെയർനെസ് എന്നാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്. 20 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും തൻ്റെ സ്വയം സ്ഥലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഒരു ബ്രസ്റ്റ് അവെയർനെസ് ഉണ്ടാവണം എന്നാണ് അതുകൊണ്ട് നോക്കുന്നത്. മാസത്തിൽ 1 പ്രാവശ്യം, ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് പീരീഡ്സ് തുടങ്ങി ഒരു 7 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലാണ് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത്. സ്ത്രീകൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കണം, അരവരെയെങ്കിലും വസ്ത്രം മാറ്റിയതിന് ശേഷം കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുക. 2 ഭാഗം ഒരേപോലെയാണോ എന്നുള്ളത് നോക്കുക. 2 ഭാഗം തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, ആകൃതിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, സ്കിന്നിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, നിപ്പിളിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നുള്ളത് 2 ഭാഗം തമ്മിൽ നോക്കുക. അതിനുശേഷം ആണ് തൊട്ട് പരിശോധനകൾ. ഇത് 2 തരത്തിൽ ചെയ്യണം. ആദ്യം തന്നെ കൈ തൻ്റെ
അരയിൽ കൊടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം ചെയ്യുക. അതുപോലെ തന്നെ കൈ മുകളിലേക്ക് ഉയർത്തിയതിന് ശേഷം ചെയ്യുക. കൈ മുകളിലേക്ക് ഉയർത്തുമ്പോൾ നമുക്ക് ബ്രസ്റ്റിൻ്റെ അടിഭാഗം കുറച്ചുകൂടി നന്നായിട്ട് വിസിബിൾ ആവും. അതുപോലെ തന്നെ ചെറിയ മുഴകളെല്ലാം പുറത്തേക്ക് വരികയും കൂടുതലായിട്ട് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനുശേഷമാണ് തൊട്ട് പരിശോധന ചെയ്യുന്നത്. അത് എവിടെയെങ്കിലും കിടന്നതിന് ശേഷം ഏത് ഭാഗമാണോ പരിശോധിക്കുന്നത് ആ കൈ തലയുടെ ഹോൾഡിലേക്ക് വയ്ക്കണം. അതിനുശേഷം ഓപ്പോസിറ്റ് കൈ കൊണ്ടായിരിക്കും പരിശോധിക്കുന്നത്. കൈയുടെ ഈ 3 ഭാഗങ്ങൾ കൊണ്ടായിരിക്കും സാധാരണഗതി നാം പരിശോധിക്കുന്നത്, ഈ 3 വിരലിൻ്റെ ഭാഗങ്ങൾ കൊണ്ട്. ഇതുകൊണ്ട് തൊട്ട് നമ്മളൊരു ക്ലോക്കിൽ സമയം നോക്കുന്നത് 12 മണി 1 മണി അതുപോലെ ഓരോ സമയം വെച്ച് 1-2 റൗണ്ടായി എല്ലാ ഭാഗങ്ങളും തൊട്ട് പരിശോധിക്കുക. അതിനുശേഷം ഏറ്റവും അവസാനം നിപ്പിളിൽ വെക്കിക്കൊണ്ട് എന്തെങ്കിലും ചോര കലർന്ന സ്രവങ്ങളോ വെള്ള പോലെയുള്ള സ്രവങ്ങളോ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇങ്ങനെ നോക്കുന്നതോടുകൂടി നമുക്ക് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ പൂർത്തിയാകും. ഒരുവിധമല്ല ഒരു 5 മുതൽ 7 നിമിഷം കൊണ്ട് വരെ ഒരുവിധം അത്യാവശ്യം സൈസുകളെല്ലാം മുഴകളും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത് മാസത്തിൽ 1 പ്രാവശ്യം എല്ലാ സ്ത്രീകളും നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒന്നാണ്. ഇതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പാണ് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ. ഒരു ഡോക്ടറോ അല്ലെങ്കിൽ പരിശീലനം സിദ്ധിച്ച ഒരു ആരോഗ്യ പ്രവർത്തകയോ കൈകൊണ്ട് തൊട്ട് പരിശോധിക്കുന്നതാണ് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ. പഠനങ്ങൾ പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സ്ത്രീകളും വർഷത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഒരു ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷന് വിധേയയാകുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പെർ ഇയർ 40,000 ഡെത്ത്സ് ഡ്യൂ ടു ബ്രസ്റ്റ് ക്യാൻസർ കുറയ്ക്കാൻ പറ്റുമെന്നാണ് TMH മുംബൈയിൽ നടത്തിയ പഠനത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. നോക്കുക, ജസ്റ്റ് കൈവച്ച് പരിശോധിക്കുന്നതിലൂടെ നാം കുറയ്ക്കുന്നത് 40,000 മരണങ്ങളാണ്. ഇതിന് വലിയ ചികിത്സയുടെയോ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയോ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കൈവച്ച് പരിശോധിക്കുക മാത്രം ചെയ്താൽ മതി. ഇത് വർഷത്തിൽ 1 പ്രാവശ്യം 30 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും ചെയ്യേണ്ടതാണ്. 40 വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾക്കാണ് നേരത്തെ പറഞ്ഞതുപോലെ മാമോഗ്രാം അഡ്വൈസ് ചെയ്യുന്നത്. ഇതാണ് ഇന്നത്തെ WHO റെക്കമെൻഡ് ചെയ്യുന്ന മറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് എല്ലാം റെക്കമെൻഡ് ചെയ്യുന്ന സ്ക്രീനിങ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ആർക്കൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നതിനെക്കുറിച്ചും എങ്ങനെ ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാമെന്നതിനെക്കുറിച്ചും എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാമെന്നതിനെക്കുറിച്ചും നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മാസത്തിൽ ഞങ്ങൾക്കുള്ള സന്ദേശം, എല്ലാ സ്ത്രീകളും തങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് തങ്ങളുടെ സ്വന്തം ശരീരത്തെക്കുറിച്ച് ബോധവതികളാകുക. എന്തെങ്കിലും ചേഞ്ച് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഉടനെ തന്നെ വൈദ്യസഹായം നേടുക. അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും എല്ലാ വർഷവും ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷന് വേണ്ടി പോവുക. 40 കഴിഞ്ഞ സ്ത്രീകൾ എല്ലാ വർഷവും വർഷത്തിലൊരിക്കൽ മാമോഗ്രാം ചെയ്യുവാൻ വേണ്ടി തങ്ങളുടെ ഡോക്ടേഴ്സിനെ സമീപിക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി ബ്രസ്റ്റ് ക്യാൻസർ മൂലം മരിക്കുന്നവരുടെ എണ്ണം നമുക്ക് ഗണ്യമായി കുറയ്ക്കാൻ കഴിയും.